കാറും ബൈക്കും മാത്രമല്ല, കേരളത്തിൽ ഒരു വിമാനത്താവളം തന്നെ സതീശൻ അവർക്ക് പണിതു കൊടുക്കും. മനസ്സിലായില്ലല്ലേ? ആദ്യം എനിക്കും മനസ്സിലായില്ല. ഇതൊന്ന് കേട്ടു നോക്കൂ, അപ്പോൾ കാര്യം പിടികിട്ടും. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ പ്രബോധനായത് അതിന്റെ ലേഖനം കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക്? ദീപുവിന് ബൈക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, കാറുണ്ടല്ലോ, ഉണ്ട്. ദീപുവിന് കാറുണ്ട്, ബൈക്കുണ്ട്. ഇവിടെ ബൈക്ക് ഉള്ളവരുണ്ടാവും, ലോറി ഉള്ളവരുണ്ടാവും, ലോറി ഓണേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവും. കാശ്മീരി ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ? ഞാൻ വായിക്കാം. ഇത് ദേശാഭിമാനിയല്ല, പ്രബോധനം. തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അള്ളാഹ് ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളും കാറും സ്വന്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തം 2 തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഹിസ്ബുൽ മുജാഹിദീൻ, രണ്ടാമത്തെ പേരെന്താണ്? അള്ളാഹ് ടൈഗേഴ്സ്. അവിടെ കഴിഞ്ഞില്ല, ലോറി ഓണേഴ്സ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ്. എങ്ങനെയാണ്? വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. നാസിർ കൊളായി അല്ല പറയുന്നത്, പ്രബോധനം. കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായോ? ലീഗിന് മനസ്സിലായോ? ഇന്ത്യയുടെ മണ്ണിൽ പഹൽഗാമിൽ ഈ അടുത്ത് 23 ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, കാശ്മീരിലെ സകല തീവ്രവാദികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളുടെ പങ്ക് നിർണായകമാണ്. എങ്ങനെയുണ്ട് വി.ഡി. സതീശ ജമാഅത്തെ ഇസ്ലാമി? എങ്ങനെയുണ്ട് നിങ്ങൾ പറ. എന്നിട്ട് പറയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്തിയ ചരക്കാണ്.